നമസ്കാരം. രാമഗീതങ്ങൾ നിറഞ്ഞ ഈ സായം സന്ധ്യയിൽ എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷ പരിധി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ പാരാതെ സലക്ഷണം മേന്മേൽ മംഗളശീലേ. വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കേണം. വിഷ്ണുജോദ്ഭവസുതനന്ദനപുത്രൻ വ്യാസൻ വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന തപോധനൻ. വിഷ്ണു തൻ മായാ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണ കർത്താവിനെ വണങ്ങുന്നേൻ. രാമായണത്തിന്റെ മഹത്വവും പ്രസക്തിയും പ്രാധാന്യവും അടിസ്ഥാനമായിരിക്കുന്നത് അതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിൽ മാത്രമല്ല, അതിൻ്റെ ഉള്ളടക്കമായ തത്വങ്ങളിലും കാലദേശാധിവർത്തികളായ സനാതന മൂല്യങ്ങളിലുമാണ്, വിജ്ഞാനത്തിലും ലോകവീക്ഷണത്തിലുമാണ്. അവതാരമൂർത്തികളായ കഥാപാത്രങ്ങളുടെ ആദർശപരതയിലും ആധ്യാത്മിക സ്വഭാവത്തിലുമാണ്. രാമായണത്തിലെ ആത്മീയത അതിനെ സാർവലൗകികമാക്കുന്നു. മനുഷ്യനായ മര്യാദാ പുരുഷോത്തമനായ രാമനെയാണ് വാൽമീകി അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിൽ പിൽക്കാലത്ത് ദിവ്യത്വം ആരോപിക്കപ്പെടുകയായിരുന്നു എന്നൊരു വാദമുണ്ട്. ഈശ്വരാവതാരമായ ശ്രീരാമൻ്റെ ജീവിതചിത്രം അതിൽ കാണാനാകുന്നില്ല എന്നാണ് ഇക്കൂട്ടരുടെ വാദം. ഈശ്വരാവതാരം എന്ന് പ്രസ്താവിച്ച ശേഷം രാമൻ്റെ മാനുഷഭാവങ്ങളെ വരച്ചുകാട്ടിയിരിക്കുന്നു എന്നതാണ് വാസ്തവം. മാനുഷഭാവങ്ങളിലെ പൂർണ്ണതയായി പ്രകടമാക്കുന്നത് ഈശ്വരീയതയുടെ പരിപൂർണതയെ തന്നെയാണ്. ആചാര്യന്മാരുടെ അഭിപ്രായം, രാവണനിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന അധാർമികതയിൽ നിന്ന് പ്രപഞ്ചത്തെ രക്ഷിക്കണമെന്ന ദേവന്മാരുടെ പ്രാർത്ഥനയെ മാനിച്ച് ഈശ്വരൻ മാനുഷഭാവം സ്വീകരിച്ചുവെന്ന് വാൽമീകി വിവരിക്കുന്നു. മനുഷ്യർക്ക് ശിക്ഷണവും പരിശീലനവും നൽകുന്നതിനായി പരിമിതമായ മാനുഷഭാവത്തെ അവലംബിച്ച് സ്വന്തം ജീവിതത്തെ അർത്ഥസമ്പുഷ്ടമാക്കുക എന്ന ലക്ഷ്യത്തോടെ വേണം ഓരോരുത്തരും രാമായണത്തെ സമീപിക്കാൻ. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശിവാനന്ദലഹരി ആലപിക്കുന്നത് കേൾക്കാം. ത്രയീവേദ്യം ഹൃദ്യം ത്രിപുരഹരമാദ്യം ത്രിനയനം ജടാഭാരോദാരം ചലദുരഗഹാരം മൃഗധരം
महादेवं देवं मयि सदयभावं पशुपतिं चिदालम्बं साम्बं शिवमतिविडम्बं हृदि भजे त्रयीवेद्यं हृद्यं त्रिपुरहरमाद्यं त्रिनयनम् जटाभारोदारं चलदुरगहारं मृगधरं महादेवं देवं मयि सदयभावं पशुपतिं चिदालम्बं साम्बं शिवमतिविडम्बं हृदि भजे. അടുത്തതായി ശങ്കരസ്തോത്രാമൃതം. വിഷസർപ്പത്തെ ആഭരണമാക്കിയിട്ടുള്ളവനാണ് മഹേശ്വരൻ. സർപ്പം കുണ്ടലിനി ശക്തിയുടെ പ്രതീകം കൂടിയാണ്. എന്നാൽ ശിവൻ അങ്ങേയറ്റം കാരുണ്യമൂർത്തിയാണ്. അങ്ങനെയുള്ള ദേവന്മാർക്കും ദേവനായ ശിവനെ ഞാൻ ഭജിക്കുന്നു. ശ്രീ ശങ്കരാചാര്യരുടെ ശിവാനന്ദ ലഹരിയിലെ ഈ ശ്ലോകമാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. ശങ്കരകൃതികളിൽ ശിവാനന്ദ ലഹരിയിൽ മൂന്നാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അവിടെ ശിവം ഹൃദി ഭജേ, ഹൃദയത്തിൽ ശിവനെ അഥവാ ശിവത്തെ ഞാൻ ഭജിക്കുന്നു. എങ്ങനെയുള്ള ശിവനെ? ത്രൈവേദ്യം, 3 വേദങ്ങളിലൂടെ അറിയപ്പെടേണ്ടുന്നവനെ, ഹൃദ്യം അങ്ങേയറ്റം ഹൃദ്യനായവനെ, അത്യന്തപ്രിയനായവനെ, ഹൃദയനിവാസിയായവനെ, ത്രിപുരഹരം ത്രിപുരാസുരന്മാരെ അല്ലെങ്കിൽ ജാഗ്രത സ്വപ്ന സുഷുപ്തികളെ ഹരിക്കുന്നവനെ, ആദ്യം സകല നാമരൂപ അഭിവ്യക്തിക്ക് മുമ്പും സദ്രൂപമായി നിലനിൽക്കുന്നവനെ, ത്രിനയനം സൂര്യ സോമ അഗ്നി ലോചനനായവനെ, ത്രിനയനം, ജടാഭാരോദാരം ജടാഭാരം ശ്രേഷ്ഠമായ ഉദാരമായ ശ്രേഷ്ഠമായ ജടാഭാരത്തോടു കൂടിയവൻ. ശിവൻ്റെ സങ്കല്പത്തിൽ വൈരാഗ്യത്തിൻ്റെ ത്യാഗത്തിൻ്റെ തപസ്സിൻ്റെ പ്രതീകമായിട്ട് ജഡിയായിട്ടാണ് ശിവനെ നമ്മൾ പൂജിക്കുന്നത്. ജഡയാണ്, ജഡയെ ധരിച്ചവൻ. ആ ജഡാഭാരം തപസ്സിൻ്റെ ചിഹ്നമായതുകൊണ്ട് അത് ഉദാരമാണ്, ശ്രേഷ്ഠമാണ്. അങ്ങനെ ശ്രേഷ്ഠമായ ജഡാഭാരത്തോടു കൂടിയവനെ ചലതുരകഹാരം, ചലത് ചലിക്കുന്ന ഉരകഹാരം, ഉരകം ഉരസ്സുകൊണ്ട് ഗമിക്കുന്നത് സർപ്പം, പാമ്പ്. അപ്പം ചലിക്കുന്ന പാമ്പുകളെ മാലയാക്കിയവൻ, ഹാരമാക്കിയവൻ. സർവപ്രപഞ്ചവും ഭഗവാൻ അലങ്കാരമാണ്. സാധാരണഗതിയിൽ ഉഗ്രവിഷമുള്ള സർപ്പത്തെ കാണുമ്പോൾ ഒരു ഭാഗത്ത് ഭയം ഉണ്ടാവും, മറ്റൊരു ഭാഗത്ത് അറപ്പുണ്ടാവും. അറപ്പിനും ഭയത്തിനുമൊക്കെ കാരണമായ സർപ്പം ദ്വന്ദ്വാതീതന് ഹാരമാണ്, അലങ്കാരമാണ്. അവൻ അഭയസ്വരൂപനാണ്, പോരെങ്കിൽ ദ്വന്ദ്വാതീതനാണ്. അതുകൊണ്ട് ഹാരത്തെ, മാലകളെ അല്ല ഹാരമാക്കിയത്, പുഷ്പമാലകളല്ല, ജീവനുള്ള ചലിക്കുന്ന ഉഗ്രവിഷസർപ്പങ്ങളാണ് ശിവൻ്റെ ഹാരങ്ങൾ. ഇനി നമ്മുടെ ജീവഭാവത്തെ അഥവാ വൈയക്തികമായ ശക്തിയെ മൂലാധാരം മുതൽ സഹസ്രാരം വരെയുള്ള മേരുദണ്ഡത്തിലൂടെ സുഷുമ്നയിലൂടെ അനുക്രമമായി ഉയരുന്ന വൈയക്തിക ശക്തിയെ, കുണ്ടലിനിയെ സർപ്പാകാരത്തിലാണ് ഭാവന ചെയ്തിട്ടുള്ളത്. ആ സർപ്പത്തെ ആഭരണമാക്കിയിട്ടുള്ളവനാണ് മഹേശ്വരൻ. അത്രയ്ക്കും യോഗസിദ്ധി കൈവരിച്ചവൻ. അങ്ങനെയും ഉരകഹാരമാണ്. അങ്ങനെയുള്ളവനെ ഞാൻ ഭജിക്കുന്നു. ആരെ ഭജിക്കുന്നു? മൃഗധരം, മൃഗധരനെ.
മാനിനെ ധരിച്ചവനെ അങ്ങേയറ്റത്തെ അനുകമ്പയോടുകൂടി, അങ്ങേയറ്റത്തെ ലോകകൃപയോടുകൂടി, കാരുണ്യത്തിൻ്റെ മൂർത്തിയായി ശിവൻ മൃഗധരനാണ്, മാനിനെ ധരിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള മഹാദേവനെ ഞാൻ ഭജിക്കുന്നു. ദേവന്മാർക്കും ദേവനാണ് മഹാദേവൻ. ദേവനെന്ന് പറഞ്ഞാൽ ദ്യോതിപ്പിക്കുന്നവനാണ്, പ്രകാശിപ്പിക്കുന്നവനാണ്. അങ്ങനെ മഹത്തായ ദേവഭാവത്തോടൊത്തവനെ, ദേവന്മാർക്കും ദേവനായവനെ ഞാൻ ഭജിക്കുന്നു. വീണ്ടും പറയാണ് ദേവം, ദേവനെ ഞാൻ ഭജിക്കുന്നു. ദേവൻ എന്നാൽ പ്രകാശിക്കുന്നവൻ, പ്രകാശിപ്പിക്കുന്നവൻ, സകല മഹിമകളെയും ദാനം ചെയ്യുന്നവൻ, ദ്യോവിൽ ആകാശത്തിൽ നിവസിക്കുന്നവൻ. ഇങ്ങനെ 4 അർത്ഥങ്ങൾ പ്രസിദ്ധങ്ങളാണ്. ദ്യോതനാദ്വ, ദീപനാദ്വ, ദാനാദ്വ, ദിവിഭവോ വാ ദേവഃ എന്നാണ് യാസ്ക മഹർഷി ദേവശബ്ദത്തിന് അർത്ഥം പറയുന്നത്. അപ്പോൾ പ്രകാശിക്കുന്നവൻ, പ്രകാശിപ്പിക്കുന്നവൻ, ദാനം ചെയ്യുന്നവൻ, ദ്യോവിൽ വസിക്കുന്നവൻ. ഇങ്ങനെയുള്ള ദേവനെ ഞാനിതാ ഹൃദയത്തിൽ ഭജിക്കുന്നു. എങ്ങനെയുള്ള ദേവനെ? മയി എന്നിൽ സദയഭാവം, എന്നിൽ ദയയോടൊത്ത ഭാവത്തോടൊത്തവനെ. സദാ ദയാലുവാണ്, ദയയുടെ ആകരമാണ്. അതാണല്ലോ ലോകത്തോടുള്ള ആ ദയാഭാവമല്ലേ വിഷം പാനം ചെയ്യുന്ന അവസ്ഥ വരെ എത്തിച്ചത്. ലോക നന്മയ്ക്ക് വേണ്ടി, ലോകം നശിക്കാതിരിക്കാൻ വേണ്ടി സ്വയം വിഷപാനം ചെയ്ത ദയാലുവാണ് ഭഗവാൻ. സദയഭാവം. പശുപതിം, അവൻ പശുപതിയാണ്. ദേവാദയ പിശാചാന്ത പശവ പരികീർത്തിത തേഷാം പതിത്വാത് സർവേഷു ഭവ പശുപതി സ്മൃത എന്ന് പറയാറുണ്ട്. അപ്പം ദേവന്മാർ മുതൽ പിശാചുക്കൾ വരെയുള്ള എല്ലാവരും പശു എന്നുള്ളതിൽപ്പെട്ടതാണ്. എല്ലാം പശുക്കളാണ്. എന്തുകൊണ്ട്? പശു കെട്ടപ്പെടുന്നത് കൊണ്ട്, രാഗപാശങ്ങളാൽ കെട്ടപ്പെടുന്നത് കൊണ്ട്. പാശത്താൽ കെട്ടപ്പെടുന്നതാണ് പശു. കയറുകൊണ്ട് കെട്ടപ്പെടുന്നതിനാണ് പശു എന്ന് പറയുക. ഏത് പാശത്താലാണ് കെട്ടപ്പെടുന്നത്? രാഗപാശങ്ങളാൽ കെട്ടപ്പെടുന്നവരൊക്കെ പശുക്കളാണ്. അങ്ങനെയുള്ള പശുക്കൾക്ക് മുഴുവൻ നാഥനാണ് ഭഗവാൻ. തത്വജ്ഞാന പ്രദാനം ചെയ്ത് പശുമോചനം വരുത്തുന്നവനാണ്, പാശമോചനം വരുത്തുന്നവനാണ്. അതുകൊണ്ട് ഭഗവാൻ പശുപതിയാണ്. അങ്ങനെ പശുപതിയെ ഞാൻ ഹൃദയത്തിൽ ഭജിക്കുന്നു. ഇങ്ങനെയെല്ലാമുള്ള ശിവനെ ഞാനിതാ ഭജിക്കുന്നു എന്ന് പറയുകയാണ്. വീണ്ടും ചില വിശേഷണങ്ങൾ കൂടിയുണ്ട്, അത് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. തുടർന്ന് സനാതനധർമ്മം. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും എൻ്റെ പ്രണാമം. ഭഗവാന്റെ അവതാര ലീലകൾ ഏറ്റവും മഹത്വമേറിയതാണ്. അതുകൊണ്ട് തന്നെ അത് സജ്ജനങ്ങൾ കേൾക്കേണ്ടതുമാണ്. കഥകൾ കേൾക്കുമ്പോൾ ആവർത്തിച്ച് കേൾക്കുന്നതുകൊണ്ട് എന്ത് പ്രയോജനം എന്നുള്ള ചോദ്യത്തിന് ഭാഗവതം തന്നെ ഉത്തരം നൽകുന്നുണ്ട്. കാര്യം, മനോമാലിന്യങ്ങളെ നീക്കാൻ, കഴുകിക്കളയുവാൻ ഈ കഥകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. മനസ്സിലെ ദോഷങ്ങൾ അത്ര പെട്ടെന്നൊന്നും പോകില്ല. അതെല്ലാം മനസ്സിലിങ്ങനെ ഒരുവിധമൊക്കെ പിടിച്ചിരിക്കുകയാണ്. അതിനെ വളരെ വൃത്തിയാക്കുവാനുള്ള ഉപായങ്ങൾ സൽക്കഥകൾ കേൾക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് എവിടെയൊക്കെ ഭാഗവത കഥകൾ നടക്കുന്നു അത് ശ്രദ്ധാപൂർവം ഭഗവാനോടുള്ള ഭക്തിയോടുകൂടി തന്നെ കേൾക്കുക. അവരാണ് സജ്ജനങ്ങളും. ഇതിലെ ദോഷങ്ങളെ കണ്ടല്ല ചിന്തിക്കേണ്ടത്. നമ്മുടെ ചിന്തകൾ മറ്റുള്ളതിലേക്ക് പോകാതിരിക്കാൻ ഒന്നിലൊതുക്കി നിർത്തുവാനുള്ള ഉപായമാണ് ഈ ഭാഗവതത്തിൽ പറയുന്ന ഓരോ കഥകളും. ഭഗവാന്റെ അവതാരം കൊണ്ട് മഹിമയാർന്ന അമ്പാടിയും വൃന്ദാവനും ഒക്കെ ഭഗവത് ചരിതങ്ങൾ ഇന്നും മനുഷ്യ മനസ്സുകളെ കൂടുതൽ ആകർഷിക്കുന്ന ഇടങ്ങളാണ്.
അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കേട്ടിരിക്കുന്ന കഥകളുടെ അല്ലെ നമ്മുടെ ഉള്ളിൽ യാതൊരു സംസ്കാരത്തെയാണോ ഭാഗവത കഥാശ്രവണത്തിലൂടെ ഉണ്ടായിട്ടുള്ളത്, ആ സംസ്കാരത്തിൻ്റെ പുനർജീവനത്വം നൽകുന്നു അമ്പാടിയും വൃന്ദാവനും ഒക്കെ നമ്മൾ കാണുമ്പോൾ, മധുരയൊക്കെ. അപ്പോൾ അതൊരു നല്ല സംസ്കാരത്തെ നമ്മൾ ഉളവാക്കുമ്പോൾ കെട്ട സംസ്കാരങ്ങൾക്കൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മളിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൂടെ ആർജിച്ചു വച്ചിരിക്കുന്ന സംസ്കാരങ്ങളൊക്കെ പുറത്തു പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈശ്വരഭക്തിക്ക് ഏറ്റവും ഉപയോഗപ്രദമാണ് ഭഗവത് അവതാര ലീലകൾ ശ്രവിക്കുക എന്നുള്ളത്. പൂതരാമോക്ഷം അതിലേറ്റവും പ്രധാനമാണ്. ആ കഥയെല്ലാം എല്ലാവർക്കും അറിയാം. കംസനയച്ച പൂതന ഭഗവത് നിഗ്രഹത്തിനായിട്ട് അവസരം പാർത്തു. ആ പൂതന നിഗ്രഹിക്കുമെന്നുള്ള ഘട്ടത്തിൽ ഭഗവാൻ പൂതനയെ നിഗ്രഹിച്ചു. ഏതൊരു സങ്കല്പത്തിലാണോ ആസുരീ സ്വഭാവത്തോടു കൂടി ആൾ വന്നത്, അതിന് വിപരീത ഫലമാണ് അവിടെ ഉണ്ടായത്. നല്ല സംസ്കാരത്തോടുകൂടി നല്ല മനസ്സോടുകൂടി ആരാണോ ഏത് കർമ്മം ആരംഭിക്കുന്നത് അവർക്ക് വിപരീത ഫലം ഉണ്ടാകില്ല എന്നുള്ള അർത്ഥവും ഇതിൽ പറയുന്നുണ്ട്. പൂതനയ്ക്ക് വിപരീത ഫലം വന്നത് പൂതനയുടെ സംസ്കാരം മോശമായിരുന്നത് കൊണ്ട് തന്നെയാണ്. ഭഗവത് നിഗ്രഹത്തിനായിരുന്നു പൂതനയുടെ ലക്ഷ്യം. പക്ഷെ അത് നടക്കാതെ വന്നു. ഇനി ഇവിടെ മറ്റൊരു കാര്യം കൂടെ ഭാഗവതം എടുത്ത് പറയുകയാണ്. ഇത് അത്ഭുതാവകമാണ്. ഞാൻ ഈ ഒരു കാര്യം വെളിപ്പെടുത്തുന്നതിലൂടെ ദശമസ്കന്ധത്തിലെ എല്ലാ കഥകളെയും ഇതേ സന്ദർഭത്തിൽ നിങ്ങൾ വിചാരം ചെയ്ത് ഉറപ്പിച്ചോണം. ഓരോ കഥകൾക്കും അതിൻ്റേതായ മഹത്വവും അത് മനുഷ്യനിലുണ്ടാക്കുന്ന വലിയൊരു ശക്തിവിശേഷവും ഉണ്ടെന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്താണിതിലെ അത്ഭുതാവകത്വം എന്ന് ചിന്തിപ്പിക്കുന്ന രീതിയിൽ ഈ കഥയെ മാത്രം നമ്മളൊന്ന് അനാവരണം ചെയ്യുകയാണ്. യേതത് പൂതനാമോക്ഷം കൃഷ്ണസ്യ അർഭകമത്ഭുതം ശൃണുയാ ശ്രദ്ധയാ മർത്യോ ഗോവിന്ദേ ലഭതേ രതിം. പറയാണ്, യാതൊരുവൻ കൃഷ്ണൻ്റെ അർഭകം ബാലചരിതം, ഭഗവാൻ കൃഷ്ണൻ്റെ ബാല്യകാലത്തെ മഹത്വപൂർണമായ ഭക്തിസാന്ദ്രമായ കേൾക്കുന്ന സജ്ജനത്തിന് അത്രയും ആനന്ദത്തെ നൽകുന്നതായിരിക്കുന്ന ആ ബാലചരിതം അത്ഭുതമാണ്, ആശ്ചര്യഹേതുവാണ്, അത്യാശ്ചര്യമുള്ളതാണ്. അത് കേട്ടാൽ അത്രയും ആനന്ദത്തെ നൽകുന്ന, ആശ്ചര്യത്തെ നൽകുന്ന ഒന്നാണ്. ഏതതിത് പൂതനാമോക്ഷം, പൂതനാമോക്ഷത്തെ ശ്രദ്ധയ ആസ്തിക്യബുദ്ധിയോടുകൂടി ശൃണുയാത് കേൾക്കുമോ സമർത്യ, ആ മനുഷ്യൻ ഗോവിന്ദേ ഗോവിന്ദനിൽ രതിം ഭക്തിയെ ലഭതയെ പ്രാപിക്കുന്നു. ഈ ഒരു കഥയെ തന്നെ വളരെ ഭാഗവതത്തിലെ ഈ ഒരു കഥയെ തന്നെ വളരെ ശ്രദ്ധയോടുകൂടി കേട്ടാൽ തന്നെ ആനന്ദത്തെ ലഭിക്കുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു കഥയെ തന്നെ അതിലൊന്നാമത്തത് പൂതനയെ കൊന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പൂതനയെ കൊല്ലുന്നതിലൂടെ കംസന് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. നിൻ്റെ അന്തകനായി ജനിച്ചിരിക്കുന്ന ആൾ നിന്നേക്കാളും നീ അയക്കുന്ന ആളെക്കാളും ശക്തനാണെന്നും അതിലൂടെ കംസനെ അപമാനിക്കുന്നതാണ് ഒന്നാമത്തത്. രണ്ടാമത്തതായിട്ട് തന്നെ വളർത്തുന്ന മാതാപിതാക്കൾക്ക് അത്യാശ്ചര്യകരത്വം ഉണ്ടാക്കി കൊടുത്തു. അത്ഭുതാവകനായ ഒരു ശിശുവാണ് താനെന്നുള്ള ഒരു തോന്നൽ അതുണ്ടാക്കി കൊടുത്തു പൂതനയുടെ നിഗ്രഹത്തിലൂടെ. മൂന്നാമത്തത്, പൂതന ഭഗവാനെ പോലെ അനേകം കുട്ടികളെ ഇതേപോലെ കൊല്ലാനൊരുങ്ങിയേനെ. അവരെയൊക്കെ നിഗ്രഹത്തിൽ നിന്നും, സാധാരണ ഒന്നും അറിയാത്ത കൊച്ചുകുട്ടികളുടെ നിഗ്രഹത്തിൽ നിന്ന് ഭഗവാൻ അവരെയെല്ലാം രക്ഷിച്ചു പൂതനാ നിഗ്രഹത്തിലൂടെ. മൂന്നാമത്തത് വൈരബുദ്ധിയായിരുന്നു പൂതനയ്ക്ക്. കംസനിങ്ങനെ പ്രേരിപ്പിച്ചു കൊടുത്തിരിക്കുന്ന ബുദ്ധി. ആ ബുദ്ധിയിൽ ഇങ്ങനെ എപ്പോഴും കൃഷ്ണ ഭഗവാനെക്കുറിച്ച് ചിന്തിച്ച് അങ്ങനെ വൈരബുദ്ധിയോടുകൂടി ഭഗവാനെ എങ്ങനെങ്കിലും നിഗ്രഹിക്കണം, എവിടെങ്കിലും വെച്ച് കണ്ടുമുട്ടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി വന്നെങ്കിലും തന്നെ കൊല്ലുവാനായി വന്ന ആളെപ്പോലും മോക്ഷത്തിലേക്ക് അയച്ചു.
എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ മഹത്വം അവിടെ ഏറുകയാണ്. അതായത് ഭഗവത് മഹത്വത്തെ ഭക്തന്മാർക്ക് കൂടുതൽ കുളിർമയേകുന്ന ഒന്നാണ് ഈ ചരിതം. എന്തുകൊണ്ട്? ഭഗവാനിൽ കൊല്ലാൻ വന്ന ആളെപ്പോലും മുക്തിയിലേക്ക് അയച്ച ഭഗവാൻ. അപ്പോൾ സ്നേഹിക്കുന്നവർ, ഭഗവാനെ പ്രേമിക്കുന്നവർ, ഭഗവാനോട് ഭക്തിയുള്ളവരുടെ കാര്യം പിന്നെ പറയേണ്ട കാര്യമുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. ഇങ്ങനെ അനവധി കാര്യങ്ങൾ ഓരോ കഥയിലൂടെയും അനാവരണം ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ ഓർമ്മയിൽ വയ്ക്കുക. ഇതുതന്നെയാണ് ദശമസ്കന്ധത്തിൻ്റെ ഓരോ അധ്യായത്തിലും വെളിപ്പെടുത്തുന്ന മഹത്തായ തത്വം. ഓരോ കഥകളിലും ഇത് അന്തർലീനമാണ്. എല്ലാവരും അത് ചിന്തിച്ചുറപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമസ്കാരം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.